നാരായണ 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 നാരായണ. പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഉത്താനപാദന്റെ കഥയാണ് ഇപ്പോൾ വർണ്ണിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഉത്താനപാദന്റെ കഥ എന്നല്ല പറയേണ്ടത്, അദ്ദേഹത്തിന്റെ പുത്രനായ ധ്രുവന്റെ കഥ. ഉത്താനപാദൻ 2 വിവാഹം ചെയ്തിരുന്നു. സുനീതി, സുരുചി എന്നിങ്ങനെ 2 പത്നിമാര്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നല്ല നീതിബോധത്തിന്റെ ഉടമസ്ഥയായിരുന്നു സുനീതി. സുരുചിയോ നല്ല സൗന്ദര്യത്തിന്റെ ഉടമയും. സുനീതിയുടെ പുത്രനാണ് ധ്രുവൻ. സുരുചിയുടെ പുത്രൻ ഉത്തമനും. അദ്ദേഹം ആദ്യമൊക്കെ 2 പത്നിമാരെയും ഒരുപോലെയാണ് സ്നേഹിച്ചിരുന്നത്. പിന്നെ രണ്ടാമത്തെ പത്നിയെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. അല്ലെങ്കിലും സ്വാഭാവികമാണ് 2 വിവാഹം ചെയ്താൽ രണ്ടാമത്തെ പത്നിയോട് അധികം അടുപ്പം കാണിക്കുക എന്നത്. അങ്ങനെ ക്രമേണ സുരുചിയായി അദ്ദേഹത്തിന്റെ പട്ടമഹിഷി എന്ന് പറയട്ടെ. സുനീതിയും സുനീതിയുടെ മകനായ ധ്രുവനും അവിടെ അവഗണിക്കപ്പെടാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ സുനീതിക്ക് തോന്നി താൻ ഇവിടെ ഇങ്ങനെ താമസിച്ചാൽ അത്ര ശരിയാവില്ല എന്ന്. ഒരുപക്ഷെ തൻ്റെ മകന് ഭാവിയിൽ ഈ ചെറിയമ്മയെക്കുറിച്ചോ അച്ഛനെക്കുറിച്ചോ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവാം. അതൊക്കെ ഒഴിവാക്കണം നിശ്ചയിച്ചു. മകനെ എടുത്തുകൊണ്ട് ആ അമ്മ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. ഒരു ഉപഗ്രഹം തയ്യാറാക്കി അവിടെ ചെന്ന് താമസിച്ചു. വേണ്ടാത്ത വർത്തമാനങ്ങളൊന്നും മകന്റെ ചെവിയിൽ അമ്മ കേൾപ്പിക്കേണ്ടായില്ല. അവിടെ ഒരു പൂജാമുറി ഒരുക്കി മകനെ ആ പൂജാമുറിയുടെ മുമ്പിൽ ഇരുത്തി നല്ല നല്ല കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. പ്രത്യേകിച്ച് ഭഗവാന്റെ കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന നല്ല നല്ല കഥകൾ, കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലും. ഇങ്ങനെ ഈശ്വരകഥകൾ കേട്ടാണ് ധ്രുവൻ വളർന്നു വന്നത് തന്നെ. ചിലപ്പോൾ അമ്മയും മകനും കൂടി ഉദ്യാനത്തിലേക്ക് പോവും. പൂ പറിച്ചു കൊണ്ടുവരും. പുഷ്പാഞ്ജലി ചെയ്യാൻ പറയും. മന്ത്രം അമ്മ പറഞ്ഞു കൊടുക്കും. ത്വമേവ മാതാഥ പിതാത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. അതിൻ്റെ അർത്ഥം അമ്മ പറഞ്ഞു കൊടുക്കും. എനിക്ക് അച്ഛനായതും അമ്മയായതും വിദ്യയായതും ധനമായതും സുഹൃത്തായതും എല്ലാം എനിക്ക് എൻ്റെ ഭഗവാൻ മാത്രം. ഇതാണ് മന്ത്രത്തിൻ്റെ അർത്ഥം. ഈ ഒരു ബോധം, ഭഗവാൻ മാത്രമാണ് രക്ഷ എന്ന ബോധം തൻ്റെ മകന് പകർന്നു കൊടുത്തുകൊണ്ടാണ് ആ അമ്മ വളർത്തിക്കൊണ്ടുവന്നത്. ഒരമ്മ എങ്ങനെ വേണം സ്വന്തം കുട്ടികളെ വളർത്താൻ, അത് ഈ സുനീതിയെ നോക്കി പഠിക്കേണ്ടതാണ്. ഈശ്വര കഥകൾ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ മഹാത്മാക്കളുടെ കഥ പറഞ്ഞു കൊടുക്കും. സനകാദി മഹർഷിമാരുടെ കഥ പറയാറുണ്ട്. നാരദ മഹർഷിയുടെ കഥ പറയാറുണ്ട്. ആരെങ്കിലും ഒരാൾ ഭഗവാനെ ഭജിക്കാൻ പുറപ്പെട്ടാൽ അപ്പോൾ ആളുടെ മുമ്പിലെത്തും നാരദ മഹർഷി. ആൾക്ക് വേണ്ട ഉപദേശം കൊടുക്കും. ആളെ ഭഗവാന്റെ അടുത്തെത്തിക്കും. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം. ഇങ്ങനെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. കുട്ടികൾക്കല്ലെങ്കിലും കഥ കേൾക്കാൻ നല്ല കൗതുകമാണല്ലോ. ഇങ്ങനെയൊക്കെ ധ്രുവൻ വളർന്നു വന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം അമ്മ അറിയാതെ കണ്ട് ആ പൂജാമുറിയുടെ മുമ്പിൽ നിന്ന് എണീറ്റു. സഹോദരനായ ഉത്തമനൊരുമിച്ച് കളിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ കൊട്ടാരത്തിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് സുരുചി ഉത്തമനെ വിളിച്ചു. ഉത്തമൻ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ധ്രുവൻ പിന്നാലെ ചെന്നു. ഉള്ളിൽ ചെന്നപ്പോഴേ അനവധി ആളുകൾ തിങ്ങിയിരിക്കുന്ന ഒരു വലിയ സദസ്സ്. അതിൻ്റെ അധ്യക്ഷനായിട്ട് ഉയർന്ന സിംഹാസനത്തിൽ അച്ഛനായ രാജാവ് ഉത്താനപാദൻ ഇങ്ങനെ ഇരിക്കുന്നു. ഉത്തമൻ സാധാരണ ഈ രംഗത്തിൽ വരാറുണ്ട്. പതിവനുസരിച്ച് 3-4 കോണിപ്പടി അങ്ങോട്ട് ചവിട്ടി കയറി അച്ഛൻ്റെ മടിയിൽ ചെന്ന് അങ്ങോട്ട് ഇരുന്നു. ധ്രുവൻ സാധാരണ ഈ രംഗത്തിൽ വരാറില്ല. അച്ഛൻ്റെ മടിയിൽ ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ തനിക്കതിന് അർഹതയുണ്ടോ അതൊട്ട് അറിഞ്ഞും കൂടാ. എന്നാലും അച്ഛൻ തന്നെ എടുക്കും എന്നായിരുന്നു പ്രതീക്ഷ. ആ കോണിപ്പടിയുടെ താഴെ ഇങ്ങനെ വന്ന് നിന്നു, 2 കൈയും ഇങ്ങനെ നീട്ടിക്കൊണ്ട്. അദ്ദേഹത്തിനും തോന്നി മകനെ എടുക്കണം, വാരിയെടുക്കണം, മടിയിലിരുത്തണം എന്നൊക്കെ. പക്ഷെ തൊട്ടടുത്ത് സുരുചി ഇങ്ങനെ ഇരിക്കണു. അദ്ദേഹത്തിന് അപ്പോൾ ഒരധൈര്യം. താഴെ നിന്നുകൊണ്ട് ധ്രുവൻ വിളിച്ചു അച്ഛാന്ന്. അദ്ദേഹം അപ്പോൾ സുരുചിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം സുരുചിക്ക് മനസ്സിലായി. തുറിച്ചൊരൊറ്റ നോട്ടങ്ങൾ നോക്കി അദ്ദേഹത്തിന്റെ നേർക്ക്. അതോടുകൂടി അദ്ദേഹം തലയങ്ങോട്ട് താഴ്ത്തി. ധ്രുവൻ താഴെ നിന്നുകൊണ്ട് പിന്നെയും വിളിച്ചു അച്ഛാന്ന്. അപ്പോഴും അദ്ദേഹം തല പൊക്കിയില്ല. ചെറിയമ്മ ഇവിടെ ഇരുന്നിട്ടാണ്
അച്ഛൻ തന്നെ എടുക്കാത്തതെന്ന് മനസ്സിലായി. പിന്നെ സുരുചിയുടെ മുഖത്തേക്കാണ് നോക്കിയത് ധ്രുവൻ. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി. എന്നിട്ട് സുരുചി അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. നവത്സ നൃപതേർധിഷ്ണ്യം ഭവാൻ ആരോഢമർഹതി. നിനക്കേ വലിയ മോഹം അല്ലേ ഈ സിംഹാസനത്തിലിരിക്കണം എന്ന്. കണ്ട സ്ത്രീകളോ പ്രസവിച്ചുണ്ടായ പിള്ളേർക്കൊന്നും സിംഹാസനത്തിലിരിക്കാനൊന്നും പറ്റില്ല. നിനക്ക് സിംഹാസനത്തിലിരിക്കണം എന്ന് അത്ര ആഗ്രഹമുണ്ടെങ്കിൽ ഉപായമുണ്ട്. വേഗം കാട്ടിലേക്ക് പോവുക, എന്നിട്ട് മഹാവിഷ്ണുവിനെ ഭരിക്കുക. കുറച്ചു കാലം കഴിഞ്ഞാൽ മഹാവിഷ്ണു മുമ്പിൽ വരും. എന്താ വരം വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ സുരുചിയുടെ മകനായി ജനിക്കാൻ പാകത്തിന് ഒരു വരം മേടിക്കണം. എന്നിട്ട് നീ ചാവണം. അടുത്ത ജന്മത്തിൽ എൻ്റെ മകനായി ജനിക്കണം. എന്നാൽ സിംഹാസനത്തിലിരിക്കാൻ പറ്റും. കണ്ട പിള്ളേർക്ക് കയറിയിരിക്കാനുള്ളതാ സിംഹാസനം. ധ്രുവൻ ആദ്യം വിചാരിച്ചു ചെറിയമ്മ നേരം പോക്കാ പറയണതെന്ന്. അടുത്ത കോണിപ്പടിയിലേക്ക് അത് കയറാൻ ഭാവിച്ചപ്പോഴേ ആ ചെവിമല അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് ഒരേറെ അങ്ങോട്ട് എറിഞ്ഞു. ഉറക്കെ കരഞ്ഞുകൊണ്ട് ധ്രുവൻ അവിടുന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഓടിപ്പോയി. ഇത്രയും ആളുകൾ നിറഞ്ഞ സഭയിൽ വെച്ചാണ് ഇത് ചെയ്തത്. എന്നാൽ ഈ ചെയ്തത് ശരിയായില്ല എന്ന് പറയാൻ ഒരൊറ്റ ആൾക്ക് നാവ് പൊങ്ങിയില്ല. രാജാവിൻ്റെ പട്ടമഹിഷിയാ ചെയ്തതേ. ധ്രുവൻ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക്. പുറമേ നിന്നുകൊണ്ട് സുനീതി മനസ്സിലാക്കി അകത്ത് നടന്ന കാര്യങ്ങളൊക്കെ. എല്ലാവരും സ്വന്തം കർമ്മത്തിൻ്റെ ഫലമാണ് അനുഭവിക്കണത്. അത് സുനീതിക്ക് അറിയാം. എന്നാലും ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് തൻ്റെ മകനെ ഇങ്ങനെ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിച്ചുല്ലോ. അത് ഓർത്തപ്പോൾ ആ അമ്മയുടെ കണ്ണിൽ വെള്ളം പൊടിഞ്ഞിടങ്ങി. അപ്പണ്ട് മകൻ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടി വരണു. മകനെ ആശ്വസിപ്പിക്കാൻ ഇപ്പം താൻ മാത്രമേ ഉള്ളൂ. താനും കൂടി കരഞ്ഞാലോ? ആ സാരി തലപ്പ് കൊണ്ട് സ്വന്തം കണ്ണുനീര് അങ്ങോട്ട് തുടച്ചു കളഞ്ഞു. വേഗം മകനെ എടുത്ത് മടിയിലിരുത്തി. എന്നിട്ട് ചോദിച്ചു എന്തിനാ കരയണേന്ന്. കുറച്ചു നേരം അമ്മയുടെ മടിയിലിരുന്നു കൊണ്ട് ധ്രുവൻ എന്തി ഇങ്ങനെ കരഞ്ഞു. അത് കഴിഞ്ഞ് കുറേശ്ശെ സംസാരിക്കാൻ തുടങ്ങി. ഈ ചെറിയമ്മ ചീത്തയാന്ന് പറയാനാണ് ഭാവിച്ചത്. അപ്പോഴേക്കും അമ്മ വായ കുത്തിപ്പിടിച്ചു. മാമംഗളം താത പരേഷു മംസ്ഥാഹ. വേറൊരാൾ ചീത്തയാണെന്നൊരിക്കലും പറയരുത്. ഓരോരുത്തരും അവനവൻ്റെ കർമ്മഫലം അനുഭവിക്കണു, അത്രയേ ഉള്ളൂ. എന്താ ചെറിയമ്മ പറഞ്ഞത്? മഹാവിഷ്ണുവിനെ സേവിച്ചാൽ സിംഹാസനത്തിലിരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു ഇല്ലേ? അത് ശരിയാണ്. നിന്റെ അച്ഛനും നിന്റെ മുത്തച്ഛനുമൊക്കെ ഇരുന്നത് എന്തുകൊണ്ടാണെന്നോ? അവരൊക്കെ മഹാവിഷ്ണുവിനെ സേവിച്ച് അനുഗ്രഹം മേടിച്ചിട്ടാണ്. നീയും മഹാവിഷ്ണുവിനെ സേവിച്ചാൽ മതി, എന്നാ സിംഹാസനത്തിരിക്കാൻ പറ്റും. ഈ സിംഹാസനത്തെന്നല്ല, ഇതിനേക്കാളും വലിയ സിംഹാസനത്തിലിരിക്കാൻ പറ്റും. എന്നാ അമ്മ ഞാൻ മഹാവിഷ്ണുവിനെ സേവിക്കാൻ പോവുക. ആദ്യം അമ്മ ഒന്നിങ്ങോട്ട് അനുഗ്രഹിച്ചാൽ മതി. അമ്മയുടെ രണ്ട് കൈയും പിടിച്ചു തൻ്റെ തലയിൽ അങ്ങോട്ട് വെച്ചു. അമ്മയുടെ അനുഗ്രഹം കിട്ടി എന്ന ഭാവത്തിൽ ധ്രുവൻ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി. ആ പടിക്കൽ അങ്ങോട്ട് ചെന്നിട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നു. എന്നിട്ട് ഒരു കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അമ്മേ ഞാൻ ഈ മഹാവിഷ്ണുവിനെ കണ്ട അനുഗ്രഹം മേടിച്ചിട്ടേ തിരിച്ചു വരണു കേട്ടോ എന്നും പറഞ്ഞു. അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുകയും ചെയ്തു. സുനീതി വിചാരിച്ചു ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ മകൻ തിരിച്ചു വരും എന്ന്. വല്ല ആൽത്തറയിലോട്ട് ചെന്നിരിക്കും, ഭഗവാനെ കണ്ടു എന്നും പറഞ്ഞ് തിരിച്ചു വരും എന്നായിരുന്നു പ്രതീക്ഷ. 2 മണിക്കൂറും കഴിഞ്ഞു, 4 മണിക്കൂറും കഴിഞ്ഞു. നേരം സന്ധ്യയായി. പോയ മകൻ തിരിച്ചു വന്നില്ല. എന്നാ ഒരൊറ്റ ആളോട് സുനീതി ഈ സംഭവം പറഞ്ഞില്ല. പറഞ്ഞാൽ ഫലത്തിൽ തൻ്റെ ഭർത്താവിനെ പഴി പറയലാവും. ഒരിക്കലും ഒരു പതിവ്രത അത് ചെയ്യാൻ പാടില്ല. പക്ഷെ ഒന്ന് മാത്രം ചെയ്തു. ആ പൂജാമുറിയുടെ മുമ്പിൽ വന്ന് ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചു. മകനെ വേണ്ട പോലെ അനുഗ്രഹിക്കണേ എന്ന് നല്ലോണം പ്രാർത്ഥിച്ചു. ധ്രുവൻ നേരെ കാട്ടിലേക്കാണ് പുറപ്പെട്ടത്. നാരദ മഹർഷി അത് കണ്ടു. അദ്ദേഹവും ആലോചിച്ചു, കഴിഞ്ഞ ജന്മത്തിൽ താനും ഇതുപോലെ വെറും ഒരു അനാഥ ബാലനായിരുന്നു. അന്ന് ഏതാനും സന്യാസിമാര് തന്നെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് താൻ ഈ അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ ഈ ധ്രുവനെ അനുഗ്രഹിക്കേണ്ട സമയമാണ്. നാരദൻ മുമ്പിൽ ചെന്നു. എവിടേക്കാ യാത്ര? ധ്രുവൻ പറഞ്ഞു, ഞാൻ മഹാവിഷ്ണുവിനെ കാണാൻ പോവുക. മഹാവിഷ്ണുവിനെ കാണാനോ? ഈ പ്രായത്തിലോ? മഹാവിഷ്ണുവിനെ അത്ര എളുപ്പത്തിലൊന്നും കാണാനൊന്നും പറ്റില്ല. അമ്മ പറഞ്ഞല്ലോ മഹാവിഷ്ണുവിനെ കാണാൻ പറ്റുന്ന. അമ്മ വെറുതെ പറഞ്ഞതാണ്. ഓരോരുത്തരും മഹാവിഷ്ണുവിനെ കാണാൻ വേണ്ടിയിട്ട് എന്തുമാത്രം തപസ്സൊക്കെ ചെയ്യണു. അവർക്ക് ആർക്കും മഹാവിഷ്ണുവിനെ കാണാനൊന്നും പറ്റാറില്ല, പറ്റിയിട്ടുമില്ല. എന്തിനാ അതിനും ഇതിനൊക്കെ വേണ്ടാത്തതിനൊക്കെ പുറപ്പെടണേ? മഹാവിഷ്ണുവിനെ കാണാൻ പറ്റും. എന്നോട് അമ്മ പറഞ്ഞതാ, ഞാൻ മഹാവിഷ്ണുവിനെ കാണാൻ പോവുക. അതെ, എന്താ അപ്പം വേണ്ടേ? അച്ഛൻ്റെ മടി കയറിയിരിക്കണം, അതല്ലേ കാര്യം. അതിന് മഹാവിഷ്ണുവിനെ കാണുമൊന്നും വേണ്ട. എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നാൽ മതി. ഞാനേറ്റു അച്ഛൻ്റെ മടി കയറ്റിയിരുത്താം. ഞാൻ ആരാന്ന് മനസ്സിലായോ? നാരദൻ കേട്ടിട്ടുണ്ടോ? ധ്രുവൻ അപ്പം ചോദിച്ചു, അല്ല അപ്പം അവിടുന്ന് നാരദ മഹർഷിയാണല്ലേ? എനിക്ക് അമ്മ പലരുടെയും കഥ പറഞ്ഞു തന്ന കൂട്ടത്തിൽ നാരദ മഹർഷി
കഥ പറഞ്ഞു തന്നുണ്ടല്ലോ. ആരെങ്കിലും ഒരാൾ ഭഗവാനെ ഭരിക്കാൻ പുറപ്പെട്ടാൽ ആളുടെ മുമ്പിലെത്തും നാരദ മഹർഷി, ആൾക്ക് വേണ്ട ഉപദേശം കൊടുക്കും, ആളെ ഭഗവാന്റെ അടുത്ത് എത്തിക്കും. അങ്ങനെയൊക്കെയാണ് അമ്മ എന്നോട് പറഞ്ഞേക്കണത്. ഞാൻ ഭഗവാനെ ഭരിക്കാൻ പോകുമ്പോൾ എന്താ എന്നോട് വേണ്ടാന്ന് പറയണേ? എനിക്ക് ഉപദേശം തരികയല്ലേ വേണ്ടത്. ഇപ്പൊ ഭഗവാനെ ഭരിക്കാന്ന് പറഞ്ഞ് പുറപ്പെടും. 2 ദിവസം കഴിഞ്ഞാൽ അമ്മയെ കാണാൻ വൈകിയെന്ന് പറഞ്ഞ് തിരിച്ചു വരില്ലേ? ഞാൻ തിരിച്ചു വരില്ല. ഭഗവാനെ കാണാതെ കണ്ട് ഞാൻ ഇനി തിരിച്ചു വരില്ല. ഉറപ്പല്ലേ? മഹർഷി ഉറപ്പാണ്. ഭഗവാനെ കണ്ടേ ഇനി ഞാൻ തിരിച്ചു വരുള്ളൂ. നാരദൻ അപ്പൊ തോന്നി ഈ ആൾക്ക് തന്നെ വേണം ധ്രുവൻ എന്ന് പേരിടാൻ. ധ്രുവം എന്ന് പറഞ്ഞാൽ നിശ്ചയം എന്നാണ് അർത്ഥം. താൻ ഭഗവാനെ കണ്ടേ അടങ്ങൂ എന്ന ഒരു നിശ്ചയം ഇത് ആർക്കും ആവശ്യമാണ്. എങ്ങനെയാ ഭഗവാനെ ധ്യാനിക്കുക അതറിയോ? ഇല്ലെങ്കിൽ അവിടെ ഇരിക്കൂ, ഞാൻ പറഞ്ഞുതരാം. ധ്രുവൻ ചമ്പ്രം പണിഞ്ഞ് അവിടെ ഇരുന്നു. നാരദ മഹർഷി ഭഗവാന്റെ കേശാദിപാദം ഇങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങി. പ്രസാദാഭിമുഖം ശശ്വൽപ്രസന്നവദനേക്ഷണം സുനാസം സുഭ്രുവം ചാരുകപോലം സുരസുന്ദരം. കണ്ടാൽ നല്ല ചന്തമുള്ള ഒരു ഉണ്ണിയാണെന്ന് അങ്ങോട്ട് വിചാരിച്ചോളൂ. നല്ല നീണ്ടു ചുരുണ്ട തലമുടി, തലയിൽ പൊന്മയമായ കിരീടം, നെറ്റിയിൽ ഗോപിക്കുറി, സദാ ഇളകിക്കൊണ്ടിരിക്കുന്ന പുരികക്കുടികൾ, നല്ല കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകൾ, മനോഹരമായ മന്ദസ്മിതം, കഴുത്തിൽ കൗസ്തുഭരത്നം, മാറിടത്തിൽ വനമാല, 4 കൈയിൽ ശംഖചക്രഗദാപത്മങ്ങൾ, അരയിൽ നല്ല ഒന്നാന്തരം മഞ്ഞപ്പട്ട്, കാലുമ്മൽ പൊൻചിലമ്പ്, നല്ല നീലനിറം, പ്രസാദാഭിമുഖം ശശ്വൽപ്രസന്നവദനേക്ഷണം സുനാസം സുഭ്രുവം ചാരുകപോലം സുരസുന്ദരം തരുണം രമണീയംഗം അരുണോഷ്ഠേ ക്ഷണാധരം. കുട്ടികൾക്ക് മനസ്സിലാവണ ഭാഷയിൽ നാരദൻ പറഞ്ഞു കൊടുത്തു. നല്ല കണ്ണ്, നല്ല പുരികക്കൊടി, നല്ല പുഞ്ചിരി, നല്ല കവിള്, നല്ല കഴുത്ത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ധ്രുവൻ പറഞ്ഞു, ഇപ്പോ എനിക്ക് ഹൃദയത്തിൽ ഭഗവാനെ നല്ലോണം കാണാനുണ്ട്. എന്നാ നീ മന്ത്രം പറഞ്ഞുതരാം, ജപിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരദ മഹർഷി മഹാമന്ത്രം ഉപദേശിച്ചു. ഒരു 12 പ്രാവശ്യം മഹർഷിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ധ്രുവൻ ഈ മന്ത്രം ജപിച്ചു. നാരദൻ 2 കൈയും തലയിൽ വെച്ച് അനുഗ്രഹിച്ചു. മധുവനത്തിലേക്ക് പറഞ്ഞയച്ചു. നാരദൻ പിന്നെ വന്നത് ഈ ഉത്താനപാദന്റെ അടുക്കലേക്കായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താണെന്നറിയാൻ. മഹർഷി വരണ കണ്ടപ്പോ അദ്ദേഹം മാറത്തടിച്ചങ്ങോട്ട് കരയാൻ തുടങ്ങി. അയ്യോ മഹർഷേ, എന്റെ മകൻ കാട്ടിലേക്ക് പോയില്ലോ. ശ്രാന്തം, ശയാനം, ക്ഷുധിതം, പരിമ്ലാനം, മുഖാംബുജം. അയ്യോ, അവന് ദാഹിക്കുമ്പോഴേ വിശക്കുമ്പോഴേ ആരെങ്കിലും ഉണ്ടാവോ വല്ലതും കൊടുക്കാൻ? ഇതൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹം കരയണുണ്ടു. നാരദന് അനുകമ്പ തോന്നി. പാവം, സ്ത്രീരിതനായി പോയാൽ എന്ത് ചെയ്യും? അതെ, അങ്ങ് പരിഭ്രമിക്കാണ്ടിരിക്കൂ. അങ്ങയുടെ മകൻ ഭഗവാനെ നേരിട്ട് കണ്ട് സ്വന്തം കീർത്തിയും അങ്ങയുടെ കീർത്തിയും വലുതാക്കിക്കൊണ്ടാണ് ഇങ്ങോട്ട് തിരിച്ചു വരിക. 6 മാസത്തിനകം ഞാനാണ് പറഞ്ഞത്, വിശ്വസിച്ചോളൂ. ധ്രുവൻ നാരദന്റെ അനുഗ്രഹം മേടിച്ച് നേരെ മധുവനത്തിൽ ചെന്നു. ആ കാളിന്തിപ്പുഴയിൽ അങ്ങ് മുങ്ങിക്കുളിച്ചു. ഒറ്റ കാലുമ്മൽ നിന്നുകൊണ്ടാണ് തപസ്. കൈ രണ്ടും അങ്ങനെ തലയ്ക്ക് മുകളിൽ പിടിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും സദാസമയം. 3 ദിവസം കഴിഞ്ഞു. കണ്ണൊന്ന് തുറന്നു. കാളിന്തിപ്പുഴയിൽ ഒന്നും കൂടി മുങ്ങിക്കുളിച്ചു. ചില പഴങ്ങൾ മാത്രം തിന്നു. വീണ്ടും തപസ് ആരംഭിച്ചു. അങ്ങനെ 1 മാസം കഴിഞ്ഞു. 2-ാം മാസത്തിലേക്ക് കടന്നപ്പോഴോ 6 ദിവസം കൂടുമ്പോൾ കണ്ണ് തുറക്കുക, സ്നാനം ചെയ്യുക, ആഹാരം കഴിക്കുക എന്നായി. 3-ാം മാസത്തിലേക്ക് കടന്നപ്പോഴോ അത് 9 ദിവസം കൂടുമ്പോൾ. 4-ാം മാസത്തിലേക്ക് കടന്നപ്പോൾ ദ്വാദശേഹനി 12 ദിവസം കൂടുമ്പോൾ. 5-ാം മാസത്തിലേക്ക് കടന്നപ്പോൾ വായുഭക്ഷ, കണ്ണ് തുറക്കുകയില്ല എന്നുള്ള മട്ടായി. ഇങ്ങനെ വായുഭക്ഷണം മാത്രം. 5 വയസ്സായ ഒരു പിഞ്ച് ബാലൻ പ്രാണനെയൊക്കെ നല്ലോണം നിരോധിച്ചുകൊണ്ട് ഒറ്റ കാലുമ്മൽ നിന്നുകൊണ്ടാണ് തപസ്. നാരദൻ പറഞ്ഞുകൊടുത്ത ഭഗവാന്റെ ചിത്രം ഹൃദയത്തില്, മന്ത്രം ചുണ്ടിലും. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. മധുവനം ആകെ കോരിത്തെരിച്ചുപോയി ഈ തപസ് കാരണം. മൃഗങ്ങൾ ആ വഴിക്ക് വരാതെ കണ്ടായി, പക്ഷികൾ ശബ്ദിക്കാതെ കണ്ടായി. മധുവനത്തിലാകെയുള്ള നേർത്ത ഒരു ശബ്ദം ഇത് മാത്രം. 5 വയസ്സായ ഒരു പിഞ്ചുബാലന്റെ മുഖത്തുനിന്ന് വരുന്ന മഹാമന്ത്രത്തിന്റെ ധ്വനി മാത്രമേ ഉള്ളൂ അവിടെ എന്ന അവസ്ഥയായി. ചിത്രത്തിൽ എഴുതിയതുപോലെ നിശ്ചലമായിപ്പോയി മധുവനം.
ദേവന്മാർക്കും അത്ഭുതം തോന്നി. ഇതേവരെ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം. 5 വയസ്സായ പിഞ്ചു ബാലൻ ഇങ്ങനെ തപസ് ചെയ്യുക എന്നത്. ദേവന്മാർ ഭഗവാന്റെ അടുക്ക ചെന്ന് പറഞ്ഞു, ഈ വിവരം കണ്ടില്ലേ തപസ്? ഭഗവാൻ പറഞ്ഞു, ഞാൻ കണ്ടു, ഞാൻ മാത്രം കണ്ടാ പോരാ, ഇത് മാലോകർ മുഴുവനും കാണണം, അതിനുവേണ്ടി ഞാൻ കാത്തിരുന്നതാണ്. ഇനി ഒട്ടും താമസമില്ല. ഭഗവാൻ ധ്രുവന്റെ മുമ്പിൽ അങ്ങോട്ട് ചെന്ന് നിന്നു. ഭഗവാനെ കണ്ടാൽ എന്ത് ചെയ്യണം എന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ആകെ കൂടി ഈ 5 വയസ്സായ ബാലൻ എന്തറിയാം? അമ്മയുടെ മടിയിലിരിക്കും, അമ്മ കെട്ടിപ്പിടിക്കും, അമ്മയുടെ കവിളുമ്മൽ ഉമ്മ വയ്ക്കും. അതൊക്കെ തന്നെയാണോ ഈ ഭഗവാന്റെ അടുത്തും ചെയ്യേണ്ടത്? അറിഞ്ഞുകൂടാ. ചുംബന്നിവാസ്യേന ഭുജൈരിവാശ്ലിശൻ, ഒന്ന് കെട്ടിപ്പിടിക്കണോ, ഉമ്മ വയ്ക്കണോ? അറിയാതെ കണ്ട് പകച്ചുകൊണ്ടിരിക്കുന്ന ആ ബാലന്റെ കവിൾത്തടത്തിൽ ഭഗവാൻ തന്റെ ശംഖ് കൊണ്ട് ഒന്ന് അങ്ങോട്ട് തൊട്ടു. മുമ്പ് പറഞ്ഞുല്ലോ, ഭഗവാന്റെ കയ്യിലെ ശംഖ് എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ പ്രതീകമാണ് എന്ന്. ആ സ്പർശം അങ്ങോട്ട് ഏറ്റതോടുകൂടി ധ്രുവന്റെ ഉള്ളിൽ ജ്ഞാനം അങ്ങോട്ട് ഉണർന്നു. എന്നിട്ടങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. യൊന്തപ്രവിശ്യ മമവാചമിവംപ്രസുപ്തം, എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെല്ലാം ഈ സ്പർശം കൊണ്ടിങ്ങനെ ഉണർന്നിങ്ങനെ വരണു എന്ന്. ഈ ശക്തി ഉണരുമ്പോഴാണ് ഓരോ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുക. കണ്ണ് കാണുന്നതും, ചെവി കേൾക്കുന്നതും, ബുദ്ധി ആലോചിക്കുന്നതും, മനസ്സ് സങ്കല്പിക്കുന്നതും, കാല് നടക്കുന്നതും ഒക്കെ ഈ ശക്തി ഉണരുമ്പോഴാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം, അപ്പോഴാണ് ശക്തി ഉണരുക. അവിടുത്തെ ശക്തി, അവിടുന്ന് അനുഗ്രഹമുള്ളത് കൊണ്ട് ശക്തി ഉണരണു. അതുകൊണ്ട് എനിക്ക് ഓരോന്ന് ചെയ്യാൻ സാധിക്കണു എന്ന് മാത്രം. ഇനി ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഭക്തിം മുഹുപ്രവഹതം ത്വയിമേ പ്രസംഗോ ഭൂയാൽ. എന്നും അവിടുത്തെ ഭക്തന്മാരുമായിട്ട് എനിക്ക് സംസർഗമുണ്ടാവണം. ഭക്തന്മാരുമായിട്ട് സംസർഗം ഉണ്ടായാലേ ഭഗവത് കഥകൾ വേണ്ട പോലെ കേൾക്കാൻ പറ്റുള്ളൂ. ഭഗവത് കഥകൾ കേട്ടാലേ മനസ്സ് നിർമ്മലമായി തീരുള്ളൂ. അങ്ങനെ എന്നും അവിടുത്തെ കഥകളിങ്ങനെ കേട്ട് എൻ്റെ മനസ്സിലുള്ള എല്ലാ മാലിന്യവും നീങ്ങി എനിക്ക് അവിടുത്തെ പ്രാപിക്കാൻ സാധിക്കണ്ടേ? അതിന് എന്നും സജ്ജന സംസർഗം എനിക്ക് ഉണ്ടാക്കി തീർക്കുക. പിന്നെ എപ്പോഴെങ്കിലും ഞാൻ അവിടുത്തെ വിട്ട് അകലെയാണ് എന്ന് വന്നാൽ, സ്വന്തം കുട്ടി അകന്നുപോയാൽ തള്ളപ്പശുവിന് വല്ലാത്ത ഒരു വെമ്പലുണ്ട്. വിളിച്ച് അടുക്കലേക്ക് അടുപ്പിക്കും. അതുപോലെ അവിടുത്തെ അടുക്കലേക്ക് എന്നെ വിളിച്ചു വരുത്തണേ. ധ്രുവൻ അതും കൂടി ഏൽപ്പിച്ചു. ഭഗവാൻ പറഞ്ഞു, ഇനി ഇപ്പൊ തിരിച്ചു പോയിക്കോളൂ. കുറെ കാലം രാജാവായിട്ടിരുന്ന രാജകീയമായ സുഖങ്ങളൊക്കെ അനുഭവിച്ച് എൻ്റെ ലോകത്തിലേക്ക് വന്നാൽ മതി. സമയമാവുമ്പോൾ ഞാൻ ആളെ പറഞ്ഞയക്കാം. ഇതും പറഞ്ഞു ഭഗവാൻ പെട്ടെന്ന് അങ്ങോട്ട് മറിഞ്ഞു പോവുകയും ചെയ്തു. എന്തിനാ ഈ രാജ്യവും രാജാവായിട്ടിരിക്കലും ഒക്കെ? ഭഗവാന്റെ കൂടെ പോയാൽ എത്ര നന്ന്. അതാണ് ധ്രുവനാദ്യം തോന്നിയത്. എന്നാലും ഭഗവാന്റെ കൽപ്പനയാണ്, അനുസരിക്കാണ്ട് വയ്യ. അവിടുന്ന് തിരിച്ചു പോന്നു. നഗരത്തിന്റെ ബാഹ്യ ഉദ്യാനത്തിൽ വന്നെത്തി. അപ്പോഴേക്കും ആളുകൾ കണ്ടു, ദേ രാജകുമാരൻ തിരിച്ചെത്തിയിരിക്കണു എന്ന് ആളുകൾ വിളിച്ചു പറയാൻ തുടങ്ങി. ചിലര് ഉത്താനപാദന്റെ അടുക്ക ചെന്ന് പറഞ്ഞു, ഈശ്വരാനുഗ്രഹം സമ്പാദിച്ച മകൻ തിരിച്ചു വന്നു എന്ന്. ആദ്യമൊന്നും അദ്ദേഹത്തിന് അതങ്ങോട്ട് വിശ്വാസമായില്ല. മരിച്ച ആള് തിരിച്ചു വരുമോ എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആശങ്ക. അങ്ങനെയല്ല, തിരിച്ചെത്തി എന്ന് ആ ആൾ ഉറപ്പിച്ചു പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഓർമ്മ വന്നു, ഓ നാരദൻ പറഞ്ഞതാട്ടോ, 6 മാസത്തിനകം തിരിച്ചു വരും എന്ന്. ശ്രദ്ധായ വാക്യം ദേവഋഷയെ, ശരിയാവാം. അദ്ദേഹം അപ്പം തന്നെ പുറപ്പെട്ടു മകനെ സൽക്കരിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നാലെ അമ്മമാരും പുറപ്പെട്ടു. സുനീതിയും സുരുചിയും ഒപ്പാണ് അവർ പുറപ്പെട്ടത്. സുരുചി സഭയിൽ വെച്ച് കുത്തുവാക്ക് പറഞ്ഞ് ധ്രുവനെ വേദനിപ്പിച്ചു എന്ന് വെച്ചാലും പിന്നീട് പശ്ചാത്താപം തോന്നി, വേണ്ടായിരുന്നു എന്നൊക്കെ. അത് കഴിഞ്ഞ് ധ്രുവൻ കാട്ടിലേക്ക് പോയപ്പോ ഒന്നും കൂടി പശ്ചാത്താപം തോന്നി. ഇപ്പോ തിരിച്ചു വന്നു എന്ന് കേട്ടപ്പോൾ സന്തോഷമായി. സുനീതിയും സുരുചിയും ഒപ്പം പുറപ്പെട്ടു മകനെ സൽക്കരിക്കാൻ. ആ 2 അമ്മമാരുടെ മുമ്പിലും ധ്രുവൻ ഒരുപോലെ നമസ്കരിച്ചു. വാത്സല്യത്തോടുകൂടി വളർത്തിക്കൊണ്ടുവന്ന അമ്മയുടെ മുമ്പിലും സഭയിൽ വെച്ച് കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിച്ച ചെറിയമ്മയുടെ മുമ്പിലും ഒരുപോലെ. ഒരു ഭക്തൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് അതിൻ്റെ ഉത്തമ മാതൃകയായി ധ്രുവൻ കൊട്ടാരത്തിലേക്ക് കേമായിട്ട് ഘോഷയാത്രയായിട്ട് കൊണ്ടുവന്നു. എത്ര ആളുകളാണെന്നോ അന്ന് ധ്രുവനെ കാണാൻ വേണ്ടി വന്നത്. 5-ാമത്തെ വയസ്സിൽ ഭഗവാനെ നേരിട്ട് കണ്ട് അനുഗ്രഹം സമ്പാദിച്ച ആളാണ് ഇപ്പൊ ഈ വന്നത്. അപ്പൊ ആ ഒരു ബഹുമാനത്തോടു കൂടിയിട്ടാണ് ഈ ആളുകൾ ഇങ്ങനെ ധ്രുവനെ കാണാൻ വന്നതൊക്കെ. ധ്രുവന്റെ മുമ്പിൽ ആളുകൾ നമസ്കരിച്ചു. ധ്രുവനെ വളർത്തിക്കൊണ്ടുവന്ന സുനീതിയുടെ മുമ്പിലും കൂടി ആളുകൾ നമസ്കരിച്ചു. ഓരോ ദിവസം കഴിയും തോറും ധ്രുവന് ആളുകളുടെ നേർക്ക് വലിയ സ്നേഹം, എല്ലാവർക്കും ധ്രുവന്റെ നേർക്ക് വലിയ ബഹുമാനവും. ഇങ്ങനെയാണ് അദ്ദേഹം വളർന്നിങ്ങനെ വന്നത്. കഷ്ടിച്ച് രാജ്യകാര്യങ്ങളൊക്കെ നിർവഹിക്കാറായി. ഇത്രയായപ്പോൾ
ഉത്താനപാദൻ ആലോചിച്ചു, ഇനി താനെന്തിനാ ഈ സിംഹാസനത്തിലിരിക്കണേ? ആത്മാനം ച പ്രവയസം, തനിക്ക് പ്രായം കുറയായി. ഇനി ധ്രുവൻ രാജ്യം ഭരിക്കട്ടെ നിശ്ചയിച്ചു. അദ്ദേഹത്തിനെ അടുത്ത രാജാവാക്കി അവരോധിച്ചു. ഉത്താനപാദൻ അവിടുന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തു തപസ് ചെയ്യാൻ വേണ്ടി. ധ്രുവനാണ് പിന്നെ രാജ്യകാര്യങ്ങളൊക്കെ നിർവഹിച്ചത്. ഒരു ദിവസം ഉത്തമൻ എന്തോ ആവശ്യത്തിനായിട്ട് കാട്ടിലേക്ക് പോയി. കാട്ടിൽ വെച്ച് എന്തോ കാരണവശാൽ ഒരു യക്ഷനുമായിട്ട് തർക്കിച്ചു. അവസാനം അത് കലഹമായി. ആ യക്ഷൻ ഉത്തമനെ വധിച്ചു. ഉത്തമനെ അന്വേഷിച്ച് സുരുചി കാട്ടിലേക്ക് ചെന്നു. കാട്ടുതീയിൽ വെന്തു മരിക്കുകയും ചെയ്തു. ധ്രുവന് യക്ഷന്മാരെ നേർക്ക് ലേശം ഒരു ദേഷ്യം തോന്നി. എന്നിട്ട് അവരെ ഒന്ന് പേടിപ്പിക്കണം, ഒന്ന് അടക്കി നിർത്തണം എന്നൊക്കെ വിചാരിക്കേണ്ടായുള്ളൂ. യക്ഷന്മാരെ പേടിപ്പിക്കാൻ വേണ്ടി യുദ്ധത്തിന് വിളിച്ചു. അവരപ്പം ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്തു ധ്രുവനോട്. ധ്രുവൻ സ്വയം അറിയാതെ വല്ലാതെ ക്രുദ്ധനായി പോയി. എന്നിട്ട് നാരായണാസ്ത്രം അങ്ങോട്ട് തൊടുത്തു വിട്ടു. യക്ഷന്മാർ ആ ദിവ്യാസ്ത്രത്തിൽ ഇങ്ങനെ ദഹിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ മുത്തച്ഛനായ സ്വയംഭൂമനു ഇവിടെ ഇറങ്ങി വന്നു. എന്നിട്ട് ധ്രുവനെ ഉപദേശിച്ചു, അലം വത്സ അതിരോഷേണ തമോദ്വാരേണ പാപ്മന. ഇങ്ങനെ ദേഷ്യപ്പെടാമോ? എത്രത്തോളം ഒരാളുടെ ഉള്ളിൽ ക്രോധം ഉണർന്നു വരണു അത്രയും നരകത്തിന്റെ വാതിലാണ് തുറക്കണത്. അത് മനസ്സിലാക്കണം. ഇത് നമ്മുടെ വംശത്തിന് ചേർന്നതല്ല. ഏതോ യക്ഷൻ വന്ന സഹോദരനെ വധിച്ചു എന്ന് പറഞ്ഞ് യക്ഷന്മാരെ മുഴുവനും അങ്ങ് ദഹിപ്പിച്ച് വിടെ. ഒരാൾ തെറ്റ് ചെയ്യുക, അനവധി ആളുകൾക്ക് അതിന്റെ ശിക്ഷ ഏൽക്കേണ്ടി വരിക. ഇത് ഒരു രാജാവിന് ചേർന്നതാണോ, ഒരു ഭക്തന് ചേർന്നതാണോ, നമ്മുടെ വംശത്തിന് ചേർന്നതാണോ? അതുകൊണ്ട് നിർത്തൂ ഈ യുദ്ധം. ഭഗവാനെ പ്രസാദിപ്പിക്കുക, അതാണ് ഒരു ഭക്തൻ ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഭഗവാനെ പ്രസാദിപ്പിക്കാൻ പറ്റുക? തിരീക്ഷയാ കരുണയാ മൈത്രിയാ അഖില ജന്തുഷു. എല്ലാവരോടും സ്നേഹത്തോടു കൂടി വേണം പെരുമാറാൻ. തിരീക്ഷ വേണം. ഇങ്ങോട്ട് ആരെങ്കിലും ദ്രോഹം ഏൽപ്പിച്ചാൽ അത് പൊറുക്കാനുള്ള സന്നദ്ധത വേണം. എല്ലാവരോടും സ്നേഹം, പ്രത്യേകിച്ച് ദീനന്മാരിൽ കരുണ. സമത്വേന ച സർവാത്മാ, സമന്മാരോട് സ്നേഹം. ഇതൊക്കെ ഉണ്ടായാലേ ഭഗവത് അനുഗ്രഹം സമ്പാദിക്കാൻ പറ്റുള്ളൂ. ഭഗവാൻ അനുഗ്രഹിച്ചാൽ പിന്നെ ആ ആൾക്ക് എന്താ ലഭിക്കാതെ കണ്ടുള്ളത്? നമ്മളൊക്കെ വെറും നിമിത്തമാണ് എന്ന് വിചാരിക്കുക. ഭഗവാൻ പ്രവർത്തിക്കുന്നു, നമ്മളൊക്കെ വെറും ചട്ടുകം മാത്രം. അല്ലാതെ ഞാൻ ചെയ്യുന്നു എന്ന അഹങ്കാരം ഒരിക്കലും പാടില്ല. ഭഗവാനാണ് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളെ കൊണ്ട് സന്താനങ്ങളെ സൃഷ്ടിപ്പിക്കുന്നത് ഭഗവാൻ, അന്തകനെ കൊണ്ട് സംഹരിപ്പിക്കുന്നതും ഭഗവാൻ തന്നെ. അതുകൊണ്ട് ആ ഭഗവാനെ പ്രസാദിപ്പിക്കൂ. യുദ്ധം നിർത്തൂ. മുത്തച്ഛന്റെ ഈ ഉപദേശങ്ങളൊക്കെ കേട്ടപ്പോൾ ധ്രുവൻ യുദ്ധം നിർത്തി. യക്ഷന്മാരുടെ രാജാവായ വൈശ്രവന്റെ അടുക്ക ചെന്ന് മാപ്പ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അങ്ങ് യുദ്ധം നിർത്തിയതിൽ എനിക്ക് വലിയ സംതൃപ്തിയായി എന്ന്. അങ്ങക്ക് എന്തെങ്കിലും ചിലത് തരണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം. എന്നിൽ നിന്ന് അങ്ങ് എന്ത് പ്രതീക്ഷിക്കണു? ധ്രുവൻ പറഞ്ഞു, എനിക്ക് ഓരോ ദിവസം കഴിയും തോറും ഭഗവത് ഭക്തി ഇങ്ങനെ കൂടി വരണം. അതിന് ഒരനുഗ്രഹം തന്നാൽ മതി എന്ന് വൈശ്രവണന്റെ അനുഗ്രഹം സമ്പാദിച്ചു. അങ്ങനെ നീണ്ട ഒരു കാലം ധ്രുവൻ രാജാവായിട്ട് തന്നെ ഇരുന്നു. രാജകീയമായ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു. ഭഗവാൻ മുമ്പ് പറഞ്ഞ വാക്ക് പാലിച്ചു. 2 പാരിഷദന്മാരെ പ്രണയിച്ചു. പാരിഷദന്മാർ വിമാനവുമായി അവിടെ വന്നു. ധ്രുവനോട് പറഞ്ഞു വിമാനത്തിൽ കയറിക്കൊള്ളാൻ. ഭഗവാന്റെ ലോകത്തിലേക്ക് ധ്രുവൻ ആ വിമാനത്തിൽ കയറാനായിട്ട് ഭാവിച്ചു. അപ്പോഴേക്കും അന്തകൻ അവിടെ വന്നു. അന്തകന്റെ തലയിൽ ചവിട്ടിയാണ് വിമാനത്തിലേക്ക് അവിടെ കയറിയത്. വേണമെന്ന് വെച്ചാൽ ഒരു ഭക്തന് മരണത്തിനെ പോലും കാൽകീഴിൽ അമർത്താൻ സാധിക്കും എന്ന് ധ്രുവൻ ലോകത്തിന് കാട്ടിക്കൊടുത്തു. അങ്ങനെ മൃത്യുവിന്റെ ശിരസിൽ കാലുവെച്ച് ചവിട്ടി അമൃതത്വത്തിന്റെ ലോകത്തിലേക്ക് ധ്രുവൻ ഉയർന്നു. ഇന്നും ധ്രുവപദം എന്ന ആ സ്ഥാനത്താണ് അദ്ദേഹം താമസിക്കുന്നത്. ധ്രുവപദം എന്നത് ഭഗവാന്റെ ആസ്ഥാനം തന്നെ. ഇങ്ങനെ ധ്രുവൻ പരമപദത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നാരദ മഹർഷി ധ്രുവചരിത്രം ഇങ്ങനെ പാടി നടന്നു ഭൂമിയിലെല്ലായിടത്തും. നൂനം സുനീതയെ, സുനീതിയുടെ മാഹാത്മ്യവും ധ്രുവന്റെ മാഹാത്മ്യവും അങ്ങനെ പാടി നടന്നു. ഇങ്ങനെ 5ാമത്തെ വയസ്സ് മുതൽക്ക് ഭഗവാനെ ഭജിച്ച് പരമപദത്തിൽ എത്തിച്ചേർന്ന ഭക്തോത്തമനായ ഈ ധ്രുവന്റെ കഥ അനുസ്മരിക്കുന്നത് പോലും പുണ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കഥ ഇവിടെ അവസാനിപ്പിച്ചത്. ഇനി ധ്രുവന്റെ വംശപരമ്പര വർണ്ണിക്കാൻ ഭാവിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.